ഹലോ, എന്താ ഏട്ടാ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ആ സുഖാണ്. എന്താ കാര്യന്ന് പറയ്. ഏട്ടാ, ഞങ്ങടെ അപ്പാർട്ട്മെന്റിലെ ഒരു വിഐപി വന്നിട്ടുണ്ട്. അങ്ങേർക്ക് ഉം. ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറയുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയോ ഏട്ടാ? എന്ത്? പെൺകുട്ടിയോ? ആരാ ചോദിച്ചേ? അത് സീക്രട്ടാ ഏട്ടാ. പറയാൻ പറ്റില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അതല്ല. പക്ഷേ ഡീറ്റെയിൽ പറഞ്ഞാലല്ലേ അയക്കാൻ പറ്റൂ. വേറൊന്നുമല്ല ഏട്ടാ. അങ്ങേരേതോ സിനിമയുടെ റൈറ്ററാണെന്നാ പറഞ്ഞത്. ഒരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിക്കൊണ്ടിരിക്കുക. ശരി. അതിന് ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു. ഉം. ഒരു 10-15 ദിവസം അങ്ങേരുടെ കൂടെ തന്നെ നിൽക്കണമെന്ന്. ശരി, നോക്കട്ടെ. പക്ഷേ നമ്മുടെ സൈഡിൽ എല്ലാവരും ബിസിയാണ്. അതിരിക്കട്ടെ, പേയ്മെന്റിനെ കുറിച്ച് അധികം വല്ലതും പറഞ്ഞോ? ഒരു ദിവസത്തിന് 10,000 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, 10,000 ഒക്കെ വളരെ കുറവാണ്. ശരി, ആരെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ. ആരെങ്കിലും ഓക്കെ പറയുവാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ ഏട്ടാ. ഞാൻ രാത്രി അങ്ങേർക്ക് ഡിന്നർ കൊടുക്കാൻ പോകുന്നുണ്ട്. ഇതേക്കുറിച്ച് അങ്ങേര് എന്നോട് ചോദിക്കുമായിരിക്കും. ഏട്ടൻ പറഞ്ഞതുപോലെ എമൗണ്ട് കുറച്ച് കുറവാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. ആ ശരി, ഞാൻ വെക്കട്ടെ. ശരി ഏട്ടാ. വിളിക്കണേ. ആ ആ ഒരു മിനിറ്റ്. അത് പിന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് എനിക്ക് മൂവിയിൽ എന്തെങ്കിലും ചാൻസ് വാങ്ങി തന്നൂടെ? അതൊക്കെ എന്തിനാ ഏട്ടാ? ഇതേക്കുറിച്ച് അങ്ങേരോട് ചോദിച്ചാ എന്തായിരിക്കും വിചാരിക്കുക? തെറ്റിദ്ധരിക്കും ഏട്ടാ. അതല്ല, എന്റെ ഒരുപാട് ദിവസത്തെ ആഗ്രഹമാണ് മൂവിയിൽ അഭിനയിക്കണമെന്ന്. ചോദിച്ചിട്ട് പറയൂ. ശരി ഏട്ടാ. ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. വല്ല ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാ ഞാൻ ചേട്ടനെ ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ആ ശരി, എന്നാ ഞാൻ വെക്കുകയാണേ. ബൈ. ശരി ചേട്ടാ. ബൈ ഏട്ടാ. ഹും. ഉം, ഉം. ഹലോ സാർ, സാറിന് സുഖമാണോ? ആ എനിക്ക് സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു സാർ. എന്താ സാറേ, നമ്മുടെ കഥയുടെ നിലപാടൊക്കെ എങ്ങനെയാണ്? സാർ, ഇന്നാണ് സാർ ഇങ്ങോട്ട് വന്നത്. ഞാൻ കഥ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി സാർ, നിങ്ങൾ എഴുതൂ. നിങ്ങൾക്ക് സ്റ്റോറിയിലോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ നമ്മുടെ സ്റ്റോറിയിൽ മാത്രം ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. കാരണം ഇത് വലിയ കമ്പനിയാണ്. നോക്കി ചെയ്യണം സാർ. സാർ, ആ. അങ്ങനെയാണെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യേ. ഞാൻ സ്റ്റോറി എഴുതി കഴിയുമ്പോൾ സാറിന് കോൾ ചെയ്യാം. ശരി. സാർ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സ്റ്റോറി മുഴുവൻ ഡിസ്കസ് ചെയ്യാമല്ലോ. അല്ല, അത് സെറ്റ് ആവത്തില്ല. ആദ്യം നിങ്ങൾ സ്റ്റോറി മുഴുവനും എഴുതി തീർക്ക്. അതിനുശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ സാർ. ആ, പിന്നെ സാർ, നമ്മുടെ സ്ക്രിപ്റ്റ് വർക്ക് കഴിയാൻ എത്ര ദിവസം വേണ്ടി വരും സാർ? പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാം സാർ. ഒരു 20 ഡേയ്സിനുള്ളിൽ കഥ എഴുതി തീർക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സാർ. ഓ, 20 ഡേയ്സ് ആകുമോ? സാറ് സ്ക്രിപ്റ്റ് തന്നാലേ എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റൂ. ഒരു 2 ആഴ്ചക്കുള്ളിൽ തീർക്കാൻ നോക്കൂ. നിങ്ങളുടെ സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം കറക്ഷൻ തന്നെ ഒരു 3 to 4 ഡേയ്സ് വേണ്ടി വരും. അതുകൊണ്ടൊന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്കൂ. ശരി സാർ. ഓക്കെ സാർ. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു. നിങ്ങൾക്ക് അഡ്വാൻസ് എമൗണ്ട് അയച്ചെന്ന് പറഞ്ഞിരുന്നു. വർക്ക് തീർന്നതിന് ശേഷം ബാലൻസ് എമൗണ്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സാറിന് ഓക്കെ അല്ലേ? ഓക്കെ സാർ. പേയ്മെന്റിനെ പറ്റിയൊന്നും പ്രശ്നമില്ല സാർ. നമ്മുടെ പ്രോജക്റ്റ് നന്നായിട്ട് വന്നാൽ മതി. അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. വളരെ നന്ദിയുണ്ട് സാർ. ഒന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്കൂ സാർ. താങ്ക് യു സാർ. ഈ പടം മുഖേന നമുക്കൊരു നല്ല പേര് കിട്ടണം. അത് പിന്നെ ഉറപ്പല്ലേ സാർ. ശരി സാർ, വെക്കട്ടെ. ബൈ സാർ. ബൈ. ഹലോ. ഹലോ. ശൈലജ. എന്താ ഏട്ടാ? വല്ല പെൺകുട്ടിയും കിട്ടിയിരുന്നോ? ഇല്ലെന്നേ, ഞാൻ ഒരുപാട് പേരെ വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല എല്ലാവരും ബിസിയാണെന്ന്. അടുത്ത ആഴ്ചയാണെങ്കിൽ എല്ലാവരും ഫ്രീ ആവും. അതല്ല ഏട്ടാ, അങ്ങേർക്ക് ഇപ്പൊ തന്നെ വേണോന്ന്. അടുത്ത ആഴ്ച എന്നൊക്കെ പറയുമ്പോ കുറച്ച് വൈകി പോവും. ഈ ആഴ്ചക്കാണെങ്കിൽ വളരെ കഷ്ടമാണ്. ഞാനും കുറേ ശ്രമിച്ചു നോക്കിയെന്നേ. അടുത്ത ആഴ്ച വരെ ആരും ഫ്രീ അല്ല. അതുകൊണ്ട് കഷ്ടം തന്നെ. ശരി, സാരമല്ല. ഞാൻ തന്നെ നോക്കിക്കോളാം. ഹലോ ശൈലജ, അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ ചാൻസിൻ്റെ കാര്യം മാത്രം ചോദിക്കാൻ മറക്കരുതേ. ഓക്കെ ഏട്ടാ. ഞാൻ അങ്ങേരോട് ചോദിച്ചു നോക്കാം. ശരി. ഞാനിപ്പോ എന്താ ചെയ്യാ? അങ്ങേരാണെങ്കി ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറയുന്നു. ഏട്ടനാണെങ്കി ആരും ഫ്രീ അല്ലാന്നും പറയുന്നു. എനിക്കാണെങ്കി അങ്ങനത്തെ പെൺകുട്ടികളെ തീരെ പരിചയവുമില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അല്ല, ഇവരെന്തിനാ ഫോൺ ചെയ്യുന്നത്? ഹലോ. ഹലോ ചേച്ചി, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? സുഖം തന്നെ. നീ എന്താ ഈ സമയത്ത് വിളിച്ചിരിക്കുന്നെ? ചേച്ചി, അമ്മയ്ക്ക് തീരെ സുഖമല്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അയ്യോ, എന്താ പറ്റിയേ? ഇന്നലെ തൊട്ട് അമ്മയ്ക്ക് നല്ല പനിയാ ചേച്ചി. ചേച്ചിയുടെ അടുത്ത് കാശ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചുതരാൻ പറ്റുമോ?
എന്താടി ഇത്? പെട്ടെന്ന് ഫോൺ ചെയ്ത് അയക്കാൻ പറഞ്ഞ എങ്ങനെയാ? അല്ല ചേച്ചി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ പണം വേണ്ടേ? എന്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ആണല്ലേ? എന്റെ കയ്യിലും ഇപ്പൊ കാശൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് തന്നേക്കാം. ശരി ചേച്ചി, ഞാനെന്നാ വെക്കട്ടെ. ആ, ശരി. അമ്മയ്ക്ക് സുഖമില്ലാണ്ടാവാൻ പറ്റിയൊരു സമയം. ഷോ, ഇപ്പൊ എന്താ ഞാൻ ചെയ്യണ്ടേ? എന്റെ കയ്യിലാണെങ്കിൽ തീരെ കാശില്ല. അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. ആ സാറാണെങ്കിൽ അർജന്റായിട്ട് ഒരു പെൺകുട്ടിയെ വേണമെന്നും പറയുന്നു. ആ സാറിന്റെ കൂടെ നിന്നാ എനിക്ക് ചിലപ്പോൾ പണം കിട്ടുമായിരിക്കും. ആ പണം ഉപയോഗിച്ച് അമ്മയെ നല്ല ഹോസ്പിറ്റലിലേക്ക് ചേർക്കാം. ഉം. ശരി, നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. സമയായി. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. സർ, സർ. ആ ശൈലജയോ? അത് കയറിയോ? ഉം. സർ, നിങ്ങളുടെ ഭക്ഷണം ഞാൻ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ആ കൊണ്ടുവന്നു. ഓക്കെ ഓക്കെ. ആ, അതൊക്കെ പോട്ടെ, ഞാൻ തന്നോട് ചോദിച്ചാലും എന്തായി? എന്താ സർ, ഏത് കാര്യം? സഹായത്തിന് ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ചോദിച്ചു നോക്കിയായിരുന്നോ? ചോദിച്ചു നോക്കി സർ. എല്ലാ പെൺകുട്ടികളും ബിസിയാണെന്നാ പറഞ്ഞ്. ഓ അങ്ങനെയാണോ? അതെ സർ, എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനോട് ചോദിച്ചു. അങ്ങേരും കുറെ ട്രൈ ചെയ്ത് നോക്കി, ശരിയായില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? എന്താ ചെയ്യേണ്ടതെന്ന് സാറ് തന്നെ ഒന്ന് പറയാവോ? ശൈലജ തയ്യാറായാൽ ആ പേയ്മെന്റ് ശൈലജയ്ക്ക് പോരാവല്ലേ? പക്ഷേ സർ, എന്നെക്കൊണ്ട് അതൊക്കെ... ഇതിപ്പോ എന്താ പ്രശ്നം? ആരായിരുന്നാലും എനിക്ക് ആ പേയ്മെന്റ് കൊടുത്തേ മതിയാകൂ. അത് നിങ്ങളാണെങ്കിൽ ആ പേയ്മെന്റ് നിങ്ങൾക്ക് തന്നെ കിട്ടും. നല്ലൊരു തുകയല്ലേ? അതൊക്കെ ശരിയാ. ദേ നോക്ക്, നിനക്കാണെങ്കിൽ ഞാൻ ഒരു ദിവസം 20,000 രൂപ തരാം. എനിക്കെന്തായാലും ഇവിടെ ഒരു 10-15 ഡേയ്സ് നിന്നേ മതിയാകൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ വരെ കിട്ടും. ആ എമൗണ്ട് നിനക്ക് നല്ല യൂസ്ഫുൾ ആകുകയും ചെയ്യും. ഉം. 15 ഡേയ്സ് ഞാനും ഹാപ്പി ആയിട്ടിരിക്കും, നിനക്കും നല്ലൊരു എമൗണ്ട് കിട്ടുകയും ചെയ്യും. എന്തിനാ ഇത്രയധികം ആലോചിക്കുന്നേ? എന്താ സർ ഇത്? എത്ര വലിയൊരു കാര്യാ, ഞാൻ ആലോചിക്കണ്ടേ? ഓക്കെ ഓക്കെ, നല്ലപോലെ ആലോചിക്ക്. സർ, ഉം? എനിക്ക് ഓക്കെയാണ്. വെരി ഗുഡ്. സർ, ഭക്ഷണം തണുത്തു പോവും, വന്ന് കഴിക്കുക. ശരി വാ പോ. അത് കുറച്ചുകൂടെ കൂടി നീക്കിയൊക്കെ. നീ ഇതുവരെയായിട്ടും നിന്നെപ്പറ്റിയും നിന്റെ ഫാമിലിയെ പറ്റിയും പറഞ്ഞതേ ഇല്ലല്ലോ. അങ്ങനെ പറയാനും മാത്രം വലുതായിട്ടൊന്നും ഇല്ല സർ. വലുതായിട്ടൊന്നും പറയണ്ട, ചെറുതായിട്ട് പറഞ്ഞാൽ മതി. വെറുതെ തമാശ പറഞ്ഞതാ. സർ, എന്റെ ഫാമിലി നാട്ടിലാ ഉള്ളത്. എന്റെ ഭർത്താവ് ദിവസവും വെള്ളം അടിക്കാറുണ്ട്. ഓ. അതുകൊണ്ട് അങ്ങേരെ ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. എനിക്കൊരു മോനുണ്ട് സർ. അവനെയും എന്റെ 2 അനിയത്തിമാരെയും എന്റെ അമ്മയാ നോക്കുന്നത്. അവർക്ക് വേണ്ട ചെലവുകളൊക്കെ ഞാൻ തന്നെയാ നോക്കുന്നതും. അതുകൊണ്ടാ സർ ഞാൻ ഇവിടേക്ക് ജോലിക്ക് വന്നത്. അതൊക്കെ പോട്ടെ, നിന്റെ ഹസ്ബൻഡിനെ എന്തിനാ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞേ? ആ മനുഷ്യൻ ദിവസവും വെള്ളം അടിക്കും സർ. ജോലിക്ക് പോവാണ്ട് വെള്ളം അടിച്ച് എവിടെങ്കിലൊക്കെ കിടക്കുന്നുണ്ടാവും. ആ, നീ എന്റെ കൂടെ പോരുന്നോ? ഞാൻ നിന്നെ നല്ലപോലെ നോക്കിക്കോളാം. പറ്റില്ല സർ, എനിക്കിതൊന്നും സെറ്റാവില്ല. അതെന്താ? എന്താ സെറ്റാവത്തെ? ഞാൻ നിന്നെ നല്ലപോലെ നോക്കിക്കോളാം. മന്ത്ലി നിനക്ക് നല്ലൊരു പേയ്മെന്റും തരാം. നിങ്ങൾ പറയുന്നതും കേട്ട് ഞാൻ കൂടെ വന്നാ അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞ് കുറെ കണ്ടീഷനൊന്നും ഇടരുത്. സത്യം പറയാണെങ്കിൽ എനിക്ക് ഈ ജോലി ഒരുപാട് ഇഷ്ടപ്പെട്ടു സർ. അങ്ങനെയാണോ? ഉം. ശരി. സർ, എനിക്ക് പരിചയമുള്ള ഒരാള് നിങ്ങളുടെ മൂവിയിൽ വല്ലതും ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ സർ. ഒരുപാട് ക്യാരക്ടർ ഉണ്ട്, പക്ഷേ ഞാൻ ആ കാര്യത്തിൽ ഒരിക്കലും തലയിടാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങേരുടെ ഫോട്ടോ അയക്കാം. ഡയറക്ടറെ കാണിച്ച് വല്ല ചാൻസും ഉണ്ടെങ്കിൽ വാങ്ങിത്തരണം. ആ ഉറപ്പായിട്ടും ചെയ്യാം. അതൊക്കെ പോട്ടെ, അയാൾ നിനക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണോ? ഏയ് അല്ലല്ല, അങ്ങനെയൊന്നും അല്ല സർ. അങ്ങേര് എന്റെ ഫ്രണ്ടിന്റെ ചേട്ടനാ, അതുകൊണ്ടാ. അങ്ങേർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, അതാ ചോദിച്ചത്. ശരി ശരി, നീ അയാളുടെ ഫോട്ടോ എനിക്ക് അയക്കേ. ഓക്കെ സർ. ശരി, എന്നാ പിന്നെ നമുക്ക് കിടന്നാലോ? ശരി സർ. ഉം.